മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെതിരെ LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ BJPയും കോൺഗ്രസും പിന്തുണയ്ക്കണമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഒരാളുടെ കൂടി പിന്തുണ വേണ്ടിവരും. ചെയർമാന്റെ രാജി ആവശ്യപ്പെടുന്ന BJPയും കോൺഗ്രസും പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസാക്കാൻ UDFന്റെയും BJPയുടെയും പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടു. സനീഷ് ജോർജ് ഒഴികെയുള്ള കൌൺസിലർമാരുടെ എണ്ണം എടുക്കുമ്പോൾ പ്രമേയം പാസാക്കാൻ ഒരാളുടെ കൂടി പിന്തുണ മുന്നണിക്ക് വേണ്ടിവരും. ചെയർമാനെതിരെ നിരന്തര സമരം നടത്തിവരുന്ന കോൺഗ്രസും BJPയും ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ അലിഖിതമായ നയം അഴിമതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും അഴിമതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു ആക്ഷേപം വന്നപ്പോൾ മുനിസിപ്പൽ ചെയർമാനോട് ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടത്. ആ രാജി ആവശ്യപ്പെടുകയും അതനുസരിച്ചുള്ള നിലപാടെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആരോപിക്കാനുള്ള സമയം സംബന്ധിച്ചുള്ള നിലപാട് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതുമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഏകീകൃതമായി എടുത്ത തീരുമാനമാണ്. എന്നാൽ അദ്ദേഹം നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായുള്ള അവിശ്വാസം കൊടുക്കുക എന്നതാണ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ആകെയുള്ള അംഗസംഖ്യയിൽ ഒരാളുടെ ഭൂരിപക്ഷത്തോടെ വേണം. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്കില്ല. ഈ കാര്യത്തിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന കോൺഗ്രസും BJPയും അവരുടെ നിലപാട് പറയണം. അവരുടെ സഹായം ഈ അവിശ്വാസ പ്രമേയത്തെ ഒരു പിന്തുണച്ചത് ഞങ്ങൾ സ്വീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ രാജിവെക്കാൻ വേണ്ട നിലപാടുണ്ട്. ചെയർമാൻ സ്ഥാനം രാജിവെക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ അദ്ദേഹം തയ്യാറാവണം. മുഴുവൻ അംഗങ്ങളും ഒന്നായി അദ്ദേഹത്തെ കൌൺസിലർ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് കൂടി ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. അഴിമതിയോട് സന്ധിയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നതിലേക്ക് കടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരുടെ കൂടി ഒന്നിച്ചൊപ്പിട്ട് കൊടുത്താൽ അദ്ദേഹത്തെ മുനിസിപ്പൽ കൗൺസിൽ സ്ഥാനത്ത് നിന്നും പുറത്താക്കാം. അത് രണ്ടാം ഘട്ടത്തിൽ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും തിങ്കളാഴ്ച അവിശ്വാസം കൊടുക്കും. അവിശ്വാസം ചർച്ചയ്ക്കെടുക്കും. അവിശ്വാസം പാസ്സാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാസ്സാകണമെങ്കിൽ കോൺഗ്രസോ BJPയോ പിന്തുണയ്ക്കണം. അതല്ലെങ്കിൽ അന്ന് ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം പോരാട്ട നാടകമാണ്, ജനങ്ങളെ പറ്റിക്കാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കാൻ തന്നെയാണ്. ഇല്ലില്ല, അത് സ്വാഭാവികമായും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പല മേഖലകളിലുള്ള ആലോചന ഉണ്ടാവണം. അതിൻ്റെതായിട്ടുള്ളൊരു സാവകാശം അതിനപ്പുറമൊന്നുമില്ല. ഒരു നിലപാട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പറഞ്ഞല്ലോ. ഞങ്ങൾ അഴിമതിയുടെ ആക്ഷേപം പുറത്തു വന്ന് പിറ്റേ ദിവസം തന്നെ വലിയ കൗൺസിലർ കൂടി അദ്ദേഹത്തിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. ആവശ്യത്തിന് മുമ്പിൽ നിൽക്കുന്നു. രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് അവിശ്വാസം കൊണ്ടാണ് കേവലമായ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. ആ കേവല ഭൂരിപക്ഷത്തിൽ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് വരുമോ എന്നുള്ളത് കാത്തിരിക്കുക. ഒരു ദൗത്യത്തിൽ ഇറങ്ങുമ്പോൾ അത് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസ് അവര് അവിശ്വാസം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പിന്തുണയ്ക്കട്ടെ. പിന്തുണച്ചാൽ സഹായം സ്വീകരിക്കും. അയാളെ അവിശ്വാസത്തിലൂടെ പുറത്താക്കുന്ന പരിപാടി. തീർച്ചയായിട്ടും അതിപ്പോ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും കൈക്കൂലി മേടിക്കാൻ ഒരാളോട് പറയുന്ന അനുസരിച്ച് തന്നെ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും അതും തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിലപാട് അമ്മയുടെ ഞങ്ങളെ മുമ്പിൽ വന്നൊരു വിഷയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് ഇപ്പൊ വിജയുടെ സൈനിക കൂടിയുണ്ട് വന്നോട്ടെ. അദ്ദേഹം എന്ത് വേണാലും വെളിപ്പെടുത്തിക്കോട്ടെ. അദ്ദേഹത്തിന്റെ ഏത് വെളിപ്പെടുത്തലും സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒട്ടുള്ളതില്ല. കാരണമറിയ ഞങ്ങളെ കൈശുദ്ധമാണ്. കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അഴിമതിക്ക് വിധേയമാകുന്ന ഒരാള് പിന്നെ ഏതെങ്കിലും പറയുന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊന്നും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള അലിഖിതമായ നയം അഴിമതിക്കെതിരായ സമയമാണ്.
അത് ഈ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. ആ നിലപാട് ചെയ്യും.